ഇന്നൊരു വെറൈറ്റി ഓമയ്ക്കാത്തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് സാധാരണ എല്ലാവരും വെക്കുന്ന ഓമയ്ക്കാത്തോരനാണ്, പക്ഷെ നമ്മൾ ചെറിയൊരു ട്വിസ്റ്റ് കൊടുത്തിട്ടാണ് ഓമയ്ക്കാത്തോരൻ ഉണ്ടാക്കുന്നത്. മെയിൻ സംഭവം നമ്മുടെ ഈ പപ്പടം കാച്ചിലാണ്. പപ്പടമാണ് ഇതിനകത്തെ ഇന്നത്തെ ഹീറോ. പപ്പടം നമ്മൾ ആദ്യം കാച്ചി മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ബാക്കി കടുകൊക്കെ ഇട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് ഇതിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് വയറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ ഓമയ്ക്ക കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ഓമയ്ക്ക എന്നാണ് നമ്മൾ പറയുന്ന പപ്പായയ്ക്ക് വേറെ എന്തെങ്കിലും മലയാളം നെയിംസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. അതെല്ലാം നമ്മൾ പാനിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഇത് നല്ലോണം ഇട്ടതിന് ശേഷം ഇതിൻ്റെ അരപ്പ് നമ്മൾ ചിക്കൻ മസാല കൂട്ടും തേങ്ങ വറുത്തതൂടെ ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് അത് ഇതിനകത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ച് അപ്പോൾ തന്നെ നല്ല മണമൊക്കെ വന്ന് തുടങ്ങുവേ. ഇനി ഇത് പുറത്തേക്ക് എടുക്കുമ്പോഴാണ് ബാക്കി പരിപാടി. ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് നമ്മുടെ ആ പപ്പടം കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുത്തിട്ട് അതിതിനകത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. എനിക്ക് പറയാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നറിയില്ല, പക്ഷേ ചോറിനിത് മാത്രം മതി. നല്ല എരിയും എന്താ പറയുന്നത്, നല്ല ക്രഞ്ചി ആയിട്ട് തോന്നുകയും ചെയ്യും. ഇന്ന് അതിൻ്റെ കൂട്ടത്തിൽ നല്ല എരിയൊക്കെ ആയിട്ട് ഒരു അടിപൊളി തോരനാണ് ഓമയ്ക്ക തോരൻ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ.